നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം മഴക്കാലവും ഗർഭിണികളും എന്നുള്ള വിഷയമാണ്. നമ്മുടെ കേരളത്തിൽ പതിവിലും വളരെ നേരത്തെ തന്നെ ഒരു ഓൺസെറ്റ് ഓഫ് മോൺസൂൺ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ മഴക്കാലം ഗർഭിണികൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു മണിക്കൂർ സമയം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ SY ലീലാമണിയാണ്. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ യാന ഹോസ്പിറ്റൽ, യാന ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ സമയത്തിനിടയിൽ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ട് എങ്കിലും ഡോക്ടറോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഫോണിൽ ലൈവായി നിങ്ങൾക്ക് കോൾ ചെയ്ത് ചോദിക്കുകയും ചെയ്യാം. കൂടാതെ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ ക്വറി, സംശയം എന്താണെന്നുള്ളത് ഡോക്ടറോട് ചോദിക്കാം. ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ വാട്സപ്പ് നമ്പർ വാട്സപ്പിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്പറാണ്. ഈ കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൾ കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ദയവേത് വാട്സപ്പ് മാത്രം അയയ്ക്കുക. നിങ്ങൾക്ക് കോൾ ചെയ്ത് ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പറിൽ ദയവായി കോൾ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടർ, മഴക്കാലവും ഗർഭിണികളും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അപ്പോൾ നമ്മളൊരു മഴക്കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എന്താണ് ഈ മഴക്കാലത്തിൻ്റെ സവിശേഷത, പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട്? മഴയെന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത മഴയായിരുന്നു. ഇന്നാണ് കുറച്ചൊരു സൺലൈറ്റൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ മഴ നമുക്ക് ആവശ്യമാണ്, ജലം നമുക്ക് ആവശ്യമാണ്. എന്നാലും മഴ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, അല്ലേ, കൂടുതൽ വേനലായിരുന്നു നല്ലതെന്ന്. അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടുകളാണ്. ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് മഴ. പക്ഷെ അത് ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ മഴക്കാലത്ത് എല്ലാ മനുഷ്യരും കാണിക്കേണ്ട ജാഗ്രത നമുക്ക് മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാം തരുന്നുണ്ട്. അതെല്ലാം ഗർഭിണികൾക്കും ബാധകമാണ്. ബാക്കി സാധാരണ ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രത കുറച്ചും കൂടെ കൂടുതലായിട്ട് ഗർഭിണികൾ പാലിക്കണമെന്നുള്ളതാണ്. ജാഗ്രത കുറച്ച് കൂടുതൽ വേണമെന്ന്. ഗർഭിണി മാത്രമല്ല, ഒരു ഗർഭിണിയുള്ള വീട്ടിലെ മറ്റംഗങ്ങളും കുറച്ചും കൂടുതൽ ജാഗ്രത വേണമെന്നുള്ളതാണ്. അതിന് ഒരുപാട് കാരണങ്ങളാണ്. നമ്മൾ ഗർഭിണി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം 2 ലൈഫാണ്. നമുക്ക് ആ 2 ലൈഫും ഒരിടത്താണ് ഇരിക്കുന്നത്, ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ലൈഫിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്റ്റ് അതർ ഓൾസോ. അപ്പോൾ അതിന് 2 പേർക്കും ഒരുപോലെ ഡേഞ്ചറസ് ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഗർഭകാലത്ത് നമുക്കൊരു അസുഖം വന്നാൽ അതിൻ്റെ ചികിത്സ കൂടുതൽ പ്രയാസമാണ്. ചികിത്സിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. മരുന്ന് കൊടുക്കുന്നത് കുഞ്ഞിന് ദോഷമില്ലാത്തതായിരിക്കണം, അമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കാത്ത. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ടേ ഗർഭിണിക്ക് ഒരു അസുഖം വന്നാൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. പിന്നുള്ളത്, ഗർഭകാലത്ത് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണതയ്ക്ക് സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ അസുഖം വരാതെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഗർഭകാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. മഴക്കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഈ നേരത്തെ പറഞ്ഞ ജാഗ്രതകൾക്ക് പുറമെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജാഗ്രത എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ മരങ്ങളുടെ മൂട്ടിൽ പോയി നിൽക്കാതിരിക്കുക, മഴ പെയ്യുമ്പം പുറത്തിറങ്ങാതിരിക്കുക, പിന്നെ ഇലക്ട്രിക് ലൈനിൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാതിരിക്കുക, പോസ്റ്റുകളുടെ അടുത്ത്, വലിയ മരങ്ങളുടെ അടുത്ത്, ഇതൊക്കെ നമ്മൾ ഒരുപാട് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഒരു കോമൺ സെൻസ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുമാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ എത്രമാത്രം മരങ്ങളാണ് മറിഞ്ഞു വീണിരിക്കുന്നത്, എത്രമാത്രം പോസ്റ്റുകളാണ് ഒടിഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിനൊക്കെ കോടിക്കണക്കിന് നഷ്ടമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഡയറക്റ്റായിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് നമ്മളെ അതെല്ലാം ബാധിക്കുന്നതാണ്. നമ്മൾ ആരോഗ്യപരമായിട്ട് പറയുമ്പം ഈ മഴക്കാലം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺസ്, ഒന്ന്, ജലജന്യ രോഗങ്ങൾ കൂടുതലാണ്, ജലത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ. പിന്നെ ഫുഡ് ബോൺ ഡിസീസ്, ആഹാരത്തിൽ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടുതലാണ്. നമുക്കറിയാം, മഴ ഇങ്ങോട്ട് പെയ്താൽ ഉടനെ ഭയങ്കരമായിട്ട് കൂടുന്നൊരു സാധനമാണ് കൊതുക്. കൊതുകിൻ്റെ അബണ്ടൻസ്, അതിൻ്റെ നമ്മൾ എവിടെ ഇരുന്നാലും അത് കടിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കൊതുക് ജന്യ രോഗങ്ങൾ കൂടുതലാണ്. പിന്നെ ശ്വാസകോശത്തിൻ്റെ രോഗങ്ങൾ, അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പം നമുക്ക് ശ്വാസകോശ രോഗങ്ങൾ കൂടുതലാണ്. ഈ രോഗങ്ങൾ ഉണ്ടാകുന്ന മാത്രമല്ല, ഇത് പകരാനുള്ള സാധ്യത. ഇപ്പം റെസ്പിറേറ്ററി ഡിസീസസ്, ചുമയൊക്കെ ഉണ്ടായാൽ
നമ്മൾ ശ്രദ്ധിച്ചില്ല, ഒരാൾ ഓപ്പണായിട്ട് തുമ്മുകയും ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അടുത്ത ആളുകൾക്ക്. അപ്പം നമുക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങൾ, അംഗൻവാടി പോലുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടാലറിയാം കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖമാണ്. ഒരു കുഞ്ഞിന് അസുഖം വന്നു, അത് സുഖമായി വരുമ്പോൾ അടുത്ത കുഞ്ഞിനും ഇങ്ങനെ ക്രോസ് ഇൻഫെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ ആ വീട്ടിലൊരു അമ്മയുണ്ടെങ്കിലോ ഈ കുഞ്ഞ് അസുഖം, ഇപ്പോൾ അമ്മ രണ്ടാമത് ഗർഭിണിയാണ്, മൂത്തൊരു കുട്ടിയുണ്ട്, അത് അംഗൻവാടി പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ എല്ലാ 4 ചുറ്റും നമ്മൾ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ് ഗർഭകാലം എന്നുള്ളത്. ഡോക്ടർ, ഈ ഗർഭകാലത്ത് ഒരു അഡീഷണൽ എന്താണ് നമ്മൾ ശ്രദ്ധ ഗർഭിണിയും കുടുംബാംഗങ്ങളും പാലിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ മഴക്കാല രോഗങ്ങൾ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ മറ്റുള്ളവർക്ക് വരുന്ന ഇൻഫെക്ഷൻസാണ് പലപ്പോഴും ഗർഭിണിയെ കൂടുതലായിട്ട് ബാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രിവെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു വീട്ടുകാരിൽ നിന്നാണ്, അല്ലേ? വീട്ടിലുള്ള അംഗങ്ങളിൽ നിന്നാണ്. അപ്പൊ ആദ്യം അവരെന്തൊക്കെയാണ് ഇപ്പോൾ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഴക്കാലത്ത് പ്രത്യേകമായി ഗർഭിണിയുള്ള വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത്? അതിനകത്ത് പറയാനുള്ളത്, നമ്മൾ മഴക്കാലം ആകുമ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുത്താൽ നമ്മൾ കൂടുതൽ ഇൻഡോർ ആയിരിക്കും. നമ്മൾ പുറത്ത് കഴിയുന്നതും പുറത്തുള്ള സഞ്ചാരം കുറയ്ക്കണമെന്ന് തന്നെയാണ് എല്ലാ രീതിയിലും പറയുന്നത്. ഇപ്പോൾ റോഡുകൾ തന്നെ കിടക്കുന്ന കണ്ടാൽ ചിലപ്പം ആ കുഴി വീഴാൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതയുണ്ട്. 2 വീലർ യാത്ര നമ്മൾ കുറയ്ക്കാൻ പറയും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറച്ച് വരുമ്പോൾ ഇതെല്ലാം വന്നു ചേരുന്ന എവിടെയാണ്? നമ്മുടെ വീട്ടിനുള്ളിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോറുള്ള ആക്ടിവിറ്റി എല്ലാം പോയിട്ട് ഇൻഡോറുള്ള ആക്ടിവിറ്റി വരും. ഇപ്പോൾ ഇൻഡോറിൽ ഇപ്പോൾ മഴ, നല്ല തണുപ്പ്. അപ്പോൾ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് കംപ്ലീറ്റ് പുതച്ച് മൂടി അനങ്ങാതെ വീട്ടിനകത്ത് കിടക്കരുത്. റെസ്റ്റ് ഫുള്ളിങ്ങനെ നല്ല സുഖമായിരിക്കും പുതച്ച് കിടക്കാനൊക്കെ. പക്ഷെ മണിക്കൂറുകളോളം അങ്ങനെ തന്നെ കിടക്കുന്നത് ഒരിക്കലും ഗർഭിണികൾക്ക് നല്ലതല്ല. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ റെസ്റ്റ് പോലെ ഫുൾ ടൈം, അത് പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ഗർഭിണികൾ, അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ അതിൻ്റെ കൂടെ, ഗർഭത്തിൻ്റെ കൂടെ വേറെ കോമോർബിഡിറ്റീസ് ഉള്ളവരുണ്ട്, ഡയബറ്റീസ് ഉള്ളവരുണ്ട്, BP ഉള്ളവരുണ്ട്. ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന പ്രശ്നം തന്നെ കൂടുതലായി കാണുന്ന ചില ഗർഭിണികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അമിതമായിട്ട് റെസ്റ്റ് എടുത്ത് നമുക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ കിടന്നുറങ്ങിക്കളയാമെന്ന് പറഞ്ഞ് അനങ്ങാതെ വീട്ടിനകത്ത് ഒരേ പൊസിഷനിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത. അപ്പോൾ ആംബുലേഷൻ ഏറ്റവും അത്യാവശ്യമാണ്. വീട്ടിനകത്താണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് നടക്കുകയും നമ്മൾ കുറച്ച് വ്യായാമം നമുക്ക് പറ്റുന്ന ഇൻഡോറിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ വ്യായാമങ്ങൾ ചെയ്യും. അങ്ങനെ തീരെ സെഡൻറ്ററി ആയിട്ട് അങ്ങനെ ഒരിടത്ത് ഇരിക്കുക കിടക്കാതെ ഒട്ടും ഹെൽത്തിന് നല്ലതല്ല. പിന്നുള്ളത് മഴക്കാലത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ആവശ്യകത കുറയും. സ്വെറ്റിംഗ് ഒക്കെ കുറയുമ്പോൾ അപ്പോൾ വെള്ളം കുടിക്കാനുള്ള ഇഷ്ടവും കുറയും. ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് അവർക്ക് വെള്ളം വേണ്ട, ഇന്ന് നല്ല തണുപ്പല്ലേ, ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരത്തില്ലായിരിക്കും, പക്ഷേ വേറെ പല അസുഖങ്ങളും ഉണ്ടാവും. അപ്പം നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ ശരീരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റീസിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നുള്ളത് ഈ വീട്ടിലുള്ള ആൾക്കാർ തന്നെ പുറത്ത് പോയിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ വസ്ത്രങ്ങൾ നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഈ ആ ഒരു വെറ്റ്നെസ്, നല്ലതായിട്ട് ഉണങ്ങാത്ത തുണി കുറേ നേരം ഇട്ടിരിക്കും. ഇപ്പോൾ ഒരാവശ്യത്തിന് പുറത്തിറങ്ങി നനഞ്ഞിട്ട് അത് മാറ്റാതെ അത് തന്നെ ഇട്ടിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കിന്നിലൊക്കെ ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഏത് വഴിക്കും ഇൻഫെക്ഷൻ വരാനായിട്ട്, പിന്നെ പ്രത്യേകിച്ചും ഗർഭത്തിലല്ലെങ്കിൽ തന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കുറച്ച് കൂടുതലാണ്. ഈ നനവും കൂടെ വരുമ്പോൾ അത് വീണ്ടും കൂടും, ത്വക്കിൽ ചൊറിച്ചിലുണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള ആളുകളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അവർ ഇത് തന്നെ എടുക്കണം. ഇപ്പം നമ്മളിപ്പം ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് കോവിഡൊക്കെ കുറച്ചൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മൾ ശുചിത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, ഡിസ്റ്റൻസ് പാലിക്കുക, ഇതൊക്കെ ഇപ്പോഴും ശരിക്കും അത് ഇപ്പോഴും വേണം എന്നുള്ളതാണ്. നമ്മൾ കോവിഡ് തന്നെ അല്ല, വേറൊരു ഇൻഫ്ലുവൻസ ആണെങ്കിലും വേറൊരു റെസ്പിറേറ്ററി ഇൽനെസ് ആണെങ്കിലും കൂടുതൽ ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തെങ്ങും പോയിട്ടില്ല, പിന്നെ എനിക്ക് എങ്ങനെ അസുഖം വന്നെന്ന് നമ്മൾ
ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പോകുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം പുറത്തോട്ട് പോവുകയും ബാക്കി ആവശ്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്ക് വാട്സാപ്പിൽ ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. അനിതയാണ്, തിരുമലയിൽ നിന്ന് അനിതയാണ് അയച്ചിരിക്കുന്നത്. ഡോക്ടർ 6 മാസം ഗർഭിണിയാണ്, സ്ഥിരമായിട്ട് ജോയിൻറ്റ് പെയിൻസ് വരുന്നു, അതെന്തുകൊണ്ടാണെന്നാണ് സംശയം. ഈ ബോഡി പെയിൻ എന്ന് പറയുന്നത് ഗർഭത്തിലുള്ളതാണ്, കുറച്ചുള്ളതാണ്. ഞാൻ പറയില്ല, ഗർഭത്തിൻ്റേതായിട്ടുള്ള കുറേ പ്രത്യേകതകളുണ്ട്. കുറച്ച് ബോഡിയിലുള്ള കുറച്ച് ഫ്ലൂയിഡ് അതും ബാക്കി ബോഡിയിലുള്ള ബാക്കി ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കുറച്ച് പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സഹിക്കുക വയ്യാതെ ഒരു മരുന്ന് കഴിക്കത്തക്ക രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഉള്ളത് പനിയുണ്ടോ എന്നുള്ളത് നോക്കണം. നമുക്ക് ഫീവർ വരുമ്പോൾ എപ്പോഴും ചെറിയ പനിയാണെങ്കിൽ നല്ല ബോഡി പെയിനും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരാം. പിന്നുള്ളത് നമ്മൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വരാം. പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് വരാം, അമിതവണ്ണം ഉള്ളവർക്ക് വരാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു ഗർഭിണികൾ അമിതമായിട്ട് ജോലിയൊന്നും ചെയ്യാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ ബോഡി പെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഇഗ്നോർ ചെയ്താൽ പിന്നെ മരുന്നുകൾ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല. ബോഡി പെയിനിന് അങ്ങനെയൊന്നും കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല. ആ ഒരു മസിൽ ഈ ഒരുപാട് ഹോർമോൺസാണ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ റിലാക്സിൻ എന്നൊക്കെ പറഞ്ഞുണ്ടാകുന്ന കുറച്ച് ഹോർമോൺസ് നമ്മുടെ ബോഡിയെ ഒരു റിലാക്സ് ചെയ്ത് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ അമ്മൂമ്മ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ചാടി എണീക്കല്, എണീറ്റിരുന്നിട്ട് തിരിയാവും, ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് ജോയിൻറ്റിലൊക്കെ ഉളുക്ക് വരാനും ജോയിൻറ്റിൽ പെയിൻ വരാനും ഒക്കെ സാധ്യത അത് ഇതുകൊണ്ടാണ്. ഈ ബോഡിയിലുള്ള ഹോർമോണൽ വ്യതിയാനം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ ബോഡിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യത്തിൽ അത്രയ്ക്കൊരു ഭയങ്കര പെയിൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു ഉത്തരത്തിൽ നിന്നൊരു സംശയം ഉണ്ടായത് ഞാൻ ചോദിക്കുകയാണ്. ഡോക്ടർ, ഈ ക്ലോട്ട് ഗർഭിണികൾക്കുണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ക്ലോട്ട് വരുന്നത്? ആ ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതയെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന്. ക്ലോട്ട് ഗർഭകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് എളുപ്പം ക്ലോട്ട് ചെയ്യുന്ന ഒരു സമയം, ഹൈപ്പർ കൊയാഗുലബിൾ എന്ന് പറയും, കൂടുതൽ ക്ലോട്ട് ചെയ്ത് പോകുന്ന ഒരു സമയം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭിണിയുടെ ജീവൻ അത് പ്രൊട്ടക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പ്രസവം കഴിഞ്ഞുണ്ടാകുന്ന ബ്ലീഡിങ്ങൊക്കെ ഈ ക്ലോട്ടിങ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് അത് പിന്നെ ബ്ലഡ് ബ്ലീഡിങ് അറസ്റ്റ് ചെയ്ത് അവർക്ക് ജീവന് കുഴപ്പമൊന്നും വരാതിരിക്കുന്നത്. അതൊരു ആവശ്യമാണ് ഗർഭകാലത്ത്. പക്ഷേ അത് ക്ലോട്ട് അമിതമായിട്ടുണ്ടായാലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റെസ്റ്റ് ചെയ്ത് നമ്മുടെ കാലിലൊക്കെ ക്ലോട്ട് ഉണ്ടായിട്ട് അത് പതുക്കെ നമ്മുടെ ശ്വാസകോശത്തിലോ ഹാർട്ടിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എംബോളിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന് തന്നെ അപകടം വരുന്ന പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ ക്ലോട്ട് പ്രിവെൻറ്റ് ചെയ്യാനെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആക്ടിവിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മരുന്നുകളുണ്ട്. അത് നമ്മളെല്ലാവർക്കും ചുമ്മാ മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. മരുന്നുകൾ അത്രയ്ക്ക് അങ്ങ് ചുമ്മാ കൊടുക്കാൻ പറ്റുന്ന അത്രയും സേഫ്റ്റി ഉള്ള മരുന്നുകളല്ല. നമ്മൾ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് കൊടുക്കുന്നത്. അപ്പം നമുക്കത് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഹൈഡ്രേഷനാണ്, വെള്ളം നല്ലോണം കുടിക്കുക. രണ്ടാമത് നമ്മുടെ ആംബുലേഷൻ, നമ്മൾ നടക്കുകയൊക്കെ വേണം. ചുമ്മാ ഒരു പൊസിഷനിൽ ആ ക്ലോട്ട് ഉണ്ടാവാനായിട്ട് നമ്മളങ്ങനെ ഇരുന്ന് കൊടുക്കരുത്. ഒരു പൊസിഷനിൽ തന്നെ അനങ്ങാതെ ഒരുപാട്. അത് ഗർഭകാലത്ത് മാത്രമല്ല, നമ്മളിപ്പം ഒരു സിസേറിയൻ ചെയ്തെന്ന് വിചാരിച്ചുള്ളൂ, എനിക്ക് അനങ്ങാൻ വയ്യ വേദനയാണെന്ന് പറഞ്ഞാൽ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഈ ക്ലോട്ട് വരാം. പ്രസവം കഴിഞ്ഞിട്ടുള്ള സമയത്തും വരാം. അത് കുറച്ച് നാൾ നിൽക്കും. ആ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞ് മാറും. പിന്നെ ചിലർക്ക് വേറെ ഈ റിപ്പീറ്റഡായിട്ട് അബോഷനൊക്കെ ഉണ്ടാകുന്നവരുടെ ബ്ലഡിൽ തന്നെ ഇങ്ങനെ ഒരു കുഴപ്പമുള്ളവരുണ്ട്. എളുപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അബോഷനൊക്കെ ആയി പോകുന്നത്. കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ മരുന്നുകൾ കൊടുക്കുക. അതൊക്കെ നമുക്ക് ടെസ്റ്റിലൂടെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഈ പ്രസവശേഷവും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാം. എത്ര നാൾ വരെ? അത് ഒരു 42 ഡേയ്സ് വരെ വരും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ അവസ്ഥ പഴയ രീതിയിൽ അവരുടെ ശരീരത്തിലെ കാര്യങ്ങളെല്ലാം പഴയ രീതിയിലാകാൻ എടുക്കുന്ന സമയം നമ്മളൊരു 6 വീക്സാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ആ സമയം വരെ ഈ കാര്യങ്ങളെല്ലാം വരും. ഇപ്പോൾ പ്രസവ സമയത്ത് ഒരു അണുബാധ വന്നെന്ന് വിചാരിക്കുക, ഇതുപോലെ ത്രോംബോസിസ് വരെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പോകാൻ ക്ലോട്ട് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ചില സമയങ്ങളിൽ ക്ലോട്ട് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അമിതമായിട്ട് ക്ലോട്ട് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതൊക്കെ ഒരുപാട് ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ആ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത്
കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ക്ലോട്ട് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മളൊക്കെ പണ്ടെല്ലാം നമ്മൾ ഈ സിസേറിയൻ ചെയ്യുന്ന പേഷ്യൻസിനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞാലും അവരോട് എണീറ്റ് നടക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുകയും വെള്ളം കുടിക്കണം ഇതൊക്കെ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് ഈ ക്ലോട്ട് ഉണ്ടാകുന്ന സാധ്യത കൂടുതൽ കണ്ടുവരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അമിതവണ്ണമാണ്. വലിയ വണ്ണമാകുമ്പോൾ ഏതെങ്കിലും സ്ഥലമൊക്കെ ഇങ്ങനെ അനങ്ങാതിരുന്ന് പോകാൻ സാധ്യതയുണ്ട്, ഒബീസിറ്റി. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ സിസേറിയനൊക്കെ കഴിയുമ്പോൾ ക്ലോട്ട് ചെയ്യാനുള്ള മരുന്നുകൾ അത് പ്രോഫിലാക്റ്റിക്കായിട്ട് നമ്മൾ നേരത്തെ തന്നെ കൊടുക്കാറുണ്ട്. സാധ്യതയുള്ള ഇപ്പോൾ വലിയ BP ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഷുഗറുള്ള സ്ത്രീയാണ്, അവർക്കൊക്കെ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ കൂടെ വണ്ണവും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെല്ലാം നമ്മൾ പ്രിവെൻറ്റീവായിട്ട് തന്നെ നേരത്തെ മരുന്ന് കൊടുക്കാറുണ്ട്. അത് ലൈഫ് ത്രെട്ടണിങ് ആണ്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീരിയസ്. അപ്പോൾ ക്ലോട്ട് ഉണ്ടാവാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. ഇതാണ് ആംബുലേഷൻ, ഹൈഡ്രേഷൻ. നമ്മൾ അതാണ് എൻ്റെ മെയിൻ സാധനം. നമ്മൾ എണീറ്റൊക്കെ നടക്കണമെന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസമാണ് ഡെലിവറി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ, സിസേറിയൻ കഴിഞ്ഞാൽ പോലും ഇപ്പോൾ 3-4 ദിവസം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ വിടും. പിന്നെ വീട്ടിൽ പോയിട്ട് പണ്ടത്തെ രീതിയിലുള്ള ഒരു റെസ്റ്റ് ഒന്നും ഇപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോള് വെയിറ്റിംഗ് ആണ്. ഹലോ കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എനിക്കൊരു സംഗീത. എവിടുന്ന് വിളിക്കുന്നു സംഗീത? വർക്കലേന്നാണ്. ഓക്കെ സംഗീത, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മഴക്കാലവും ഗർഭിണികളും എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ലീലാമണി ഡോക്ടറാണ്. ഡോക്ടറോട് സംസാരിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറയും. ഞാൻ എന്റെ സിസ്റ്റർ ഇൻ ലോക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. എവിടെന്നാ? സിസ്റ്റർ ഇൻ ലോക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. അവള് 5 മാസം പ്രഗ്നന്റ് ആണ്. അപ്പം വർക്കിംഗ് വുമൺ ആണ്. അപ്പൊ ബസ്സിലൊക്കെ കയറിയാണ് പോകുന്നത്, കോമൺ ബസ്, ട്രാൻസ്പോർട്ട് ബസ്സിൽ. അപ്പൊ ഈ മഴക്കാലമൊക്കെ ആകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പോയിട്ട് വന്നിട്ട് എന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അപ്പം 5 മാസം ഗർഭിണി, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ലല്ലോ? ഇല്ല. അപ്പം ഗർഭകാലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും ഒരു നിയന്ത്രണത്തിൽ ചെയ്യണമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളിനോട് നമ്മൾ ജോലിക്ക് പോകണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. മഴക്കാലമാണെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മഴക്കാലത്ത് അവർക്ക് ജോലിക്ക് പോവേണ്ടി വരും, പോവേണ്ടത് തന്നെയുമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുചിത്വമാണ്, നമ്മുടെ ശരീര ശുചിത്വം എന്നുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര പോയിട്ട് വന്നിട്ട് നമ്മൾ ഉടനെ തന്നെ ബോഡിയെല്ലാം വാഷ് ചെയ്ത് ക്ലീനായിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴെങ്കിലും വെറ്റായിട്ടുണ്ടെങ്കിൽ കഴിയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഡീഷണൽ ഒരു ഡ്രസ്സ് ഓഫീസിലൊക്കെ വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ബസ്സിൽ കയറിയൊക്കെ അവിടെ ചെല്ലുമ്പോൾ നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിട്ട ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് ഈർപ്പമില്ലാത്ത ഡ്രസ്സ് ധരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഈർപ്പം ശരീരത്തിൽ നിന്നാൽ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നേരത്തെ ഈ പറഞ്ഞ പോലെ മഴക്കാലമാകുമ്പോൾ വെള്ളം കുടിക്കാൻ കുറച്ച് മടി തോന്നും. ഇപ്പം വെള്ളം കുടിച്ച് എപ്പോഴും ബാത്റൂമിൽ പോകാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുറയാൻ പാടില്ല, വെള്ളം നല്ലവണ്ണം കുടിക്കുക തന്നെ വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ വീണു പോവാതെയും തെന്നാതെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കഴിയുന്നതും മാസ്ക് ഉപയോഗിക്കുക. ബസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര ക്രൗഡ് വരുമെന്ന് നമുക്കറിയാം. മാസ്കും സാനിറ്റൈസറും ഒക്കെ നമുക്ക് അസുഖം ഇല്ലെങ്കിലും ബസ്സിൽ വരുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അസുഖങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലും അത്ര ഭയങ്കര മഴയാണ്, ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസം, ആ ഒരു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഗർഭിണികൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലീവിന് ആരും തടസ്സം നിൽക്കാറില്ല. അത് നമ്മുടെ ഒരു ഗർഭിണിയുടെ ഒരു റൈറ്റായിട്ട് തന്നെ മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വെച്ചിട്ടുണ്ട്. അത്രയും അത്യാവശ്യ സാഹചര്യമാണെങ്കിൽ മാത്രം അതങ്ങനെ ചെയ്യുക. ഗർഭിണി മാത്രമല്ല, വീട്ടിലുള്ളവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. ഗർഭകാലത്തും ധാരാളം ഗർഭിണികൾ യാത്ര ചെയ്ത് ഒരു പ്രശ്നമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഈ മഴക്കാലത്ത് ഡോക്ടർ ആദ്യം സൂചിപ്പിച്ചു ജലജന്യ രോഗങ്ങൾ വളരെ കോമൺ ആയിട്ട് വരാവുന്ന, നോർമൽ ആൾക്കാർക്കും വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഗർഭിണികൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട കാലഘട്ടമാണല്ലോ. എന്തൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് ഗർഭിണികളെ അലട്ടുന്ന സാധ്യതയുള്ള ജലജന്യ രോഗങ്ങൾ? ഗർഭിണികൾ മാത്രമല്ല, വീട്ടിലുള്ളവരും എല്ലാവരും ശ്രദ്ധിക്കാനുള്ള, മഴക്കാലത്ത് പ്രത്യേകിച്ചും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്, ക്ലീൻ വാട്ടർ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, തണുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ എല്ലാവരും വെള്ളം ഒന്ന് ചൂടാക്കി കുടിക്കും. അങ്ങനെ ചൂടാക്കിയിട്ട് ഒരു കാര്യമില്ല.
നമ്മൾ ഈ അണുക്കൾ നശിക്കണമെങ്കിൽ തിളയ്ക്കണം, 100 ഡിഗ്രിയിൽ തിളയ്ക്കണം ഒരു 10 മിനിറ്റെങ്കിലും. അപ്പോൾ അങ്ങനെ കുടിച്ചിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇപ്പം നമുക്കിപ്പം സിറ്റിയിലൊക്കെ ക്ലോറിനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ ലീക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം. ഇതിനോട് ചേർത്തൊരു സംശയം ചോദിച്ചോട്ടെ, അതായത് നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കിണർ വെള്ളം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ കിണറിലുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ കിണറിലെ വെള്ളം തിളപ്പിക്കാതെ തന്നെ അതുപോലെ കുടിക്കുന്ന ഒരു ശീലമാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ ഈ മഴക്കാലത്ത് അങ്ങനെ ഉള്ള വീടുകളിലും നിർബന്ധമായിട്ട് തിളപ്പിച്ച് തന്നെ കുടിക്കണോ? പ്രത്യേകിച്ച് ഈ ഈക്കോളി പോലുള്ള ബാക്ടീരിയയുടെ ഒക്കെ സാന്നിധ്യം നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ റിപ്പോർട്ട്സ് കേട്ടിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടി. അതുണ്ടല്ലോ, അത് കിണർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നും കൂടെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ വലിയൊരു ഏരിയ ഉള്ള ഒരു വീടെന്ന് വിചാരിക്കും, ഒരു ഏക്കറുള്ള ഏരിയ, അവർക്ക് സെപ്പറേറ്റ് സെപ്റ്റിക് ടാങ്ക്, ബാക്കി ഡ്രെയിനേജ് സിസ്റ്റം എല്ലാം ഉണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളം ശുചിയായിരിക്കും. പക്ഷേ അതിൻ്റെ ചുറ്റുമൊക്കെ മലമൂത്ര വിസർജനം നടത്തുകയോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത, പിന്നെ നമ്മൾ തന്നെ മാലിന്യം കൊണ്ട് ഈ കിണറിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സംസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും മൾട്ടി ലെവൽ ഫിൽട്രേഷനാണ് നമ്മൾ കിണറിൽ എത്തുന്ന വെള്ളത്തിനുള്ളത്. പിന്നെ ഉള്ളത് ഈ മഴക്കാലത്തെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേത് പോലെയല്ല, ഫിൽട്രേഷന് ഒരു സ്പീഡായിരിക്കും. അപ്പോൾ ഈ അഴുക്കെല്ലാം കൂടെ പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പം ഫിൽറ്റർ, അപ്പം എപ്പോഴും സേഫ് ഒന്ന് തിളപ്പിച്ച് കുടിക്കുന്നതാണ്. മറ്റത് നമുക്ക് 100% ചീത്ത വെള്ളം ആയിരിക്കുമെന്ന് പറയാൻ വയ്യ, എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനത്തിന് തിളപ്പിച്ച് കുടിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, ഈ ജലജന്യ രോഗങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ജലത്തിൽ കൂടെ പകരുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വയറിളക്ക രോഗങ്ങൾ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും. ആദ്യം ചിലപ്പം വയറിളക്കമായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ഛർദിലായിട്ട് തുടങ്ങും, പിന്നെ രണ്ടും കൂടെ വരും. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ഇപ്പോൾ ഗർഭിണിക്ക് വന്നാലും വീട്ടിലെ ആർക്കെങ്കിലും വന്നാലും ഒരുപോലെ റിസ്ക്കിയാണ്. ഗർഭിണിക്ക് വന്നാലും നമ്മൾ ചികിത്സിച്ചാലും വീട്ടിലെ വേറെ ആൾക്കാർക്ക് ഒരേ മൂത്ത കുട്ടിയുണ്ടെങ്കിൽ അതിന് വരാം. പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് അത് സിവിയറായിട്ട് വന്നു കഴിഞ്ഞാൽ ജീവന് വരെ അപകടം വരാറ്. ഗർഭിണിക്ക് അത് തന്നെയാണ് അവസ്ഥ. വയറിളക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അതൊരു ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആയിട്ട് വന്നാലും പിന്നെ ചിലപ്പോൾ അതിൻ്റെ അഡീഷണലായിട്ട് മറ്റ് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാം. പിന്നെ ഈ വയറിളക്കം, ഛർദിയൊക്കെ വേറെ അസുഖങ്ങളുണ്ട്, നമ്മുടെ ജലത്തിൽ കൂടെ തന്നെ പകരുന്ന ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾക്ക് അത് വരാം. പിന്നെ നമ്മുടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയും, അത് ഇതുപോലെയാണ്. അത് മഞ്ഞപ്പിത്തമായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞപ്പിത്തം നമുക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ വരാം. പിന്നെ ഈ സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ നിന്ന് വരുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ എലിപ്പനി എന്ന് പറയുന്നത്. അത് ഇതുപോലെയാണ്, നമുക്ക് ഭയങ്കര ലൈഫിന് തന്നെ എലിപ്പനി സിവിയറായിട്ട് വന്നാൽ അത് ലിവറിനെയാണ് ഡാമേജ് ചെയ്യുന്നത്. ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. അപ്പം ഒരിക്കലും വൃത്തികെട്ട വെള്ളത്തിലൊന്നും ചവിട്ടിയാലും ഉടനെ കാലെല്ലാം കഴുകിയിട്ട് വേണം നമ്മൾ വീട്ടിൽ കയറേണ്ടത്. വീട്ടിലല്ല, അപ്പോൾ തന്നെ കഴുകാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ സിറ്റിയിലൊക്കെ ഡ്രെയിനേജൊക്കെ ബ്ലോക്കായി റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പം നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറ്റുമ്പോൾ എത്രയും നേരത്തെ, അങ്ങനെ കാലിലൊക്കെ ചെറിയ മുറിവുണ്ടെങ്കിൽ ഈ എലിപ്പനിയൊക്കെ പകരാൻ താമസമൊന്നും വേണ്ട. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജലജന്യ രോഗങ്ങളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് ഈ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, അത് മറ്റ് അസുഖങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസിന്, ടൈഫോയിഡിനൊക്കെ ഈ വയറിളക്കവും ഛർദിയായിട്ട് തന്നെ വരും. അല്ലാതെ വെറും വയറിളക്കവും ഛർദിയായിട്ടും വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, ഈ അസുഖങ്ങളുടെയൊക്കെ ഒരു ലക്ഷണങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ഒരു സംശയം ഉണ്ട് എങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പാകത്തിന് എന്തൊക്കെയാണ് ഈ കോളറ, ടൈഫോയിഡ്, അതുപോലെ എലിപ്പനി, ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷണങ്ങൾ? ഇതിൽ ഡിസെൻട്രിയും ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. ഡിസെൻട്രിക്കാണെങ്കിൽ ഡിസെൻട്രി ആദ്യം പറഞ്ഞുകൊണ്ടേ പറഞ്ഞു. ഡിസെൻട്രിക്ക് നമുക്ക് മലത്തിൽ കൂടെ വയറിളകി പോകുന്നതിനോടൊപ്പം ബ്ലഡും കൂടെ പോകും. നമുക്ക് കുടലിൽ മുറിവുണ്ടായിട്ട് ബ്ലഡും കൂടെ വരും. അതാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. ബ്ലഡും പിന്നെ നമ്മുടെ മൂക്കള പോലെ മ്യൂക്കസും കൂടെ വന്നിട്ട് അതുമൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ജലജന്യ രോഗങ്ങൾ മിക്കതും പനി വരുന്നതുണ്ട്. പനി ചിലർക്ക് പനി വേണമെന്നില്ല, പനി വരുന്നതുണ്ട്. ടൈഫോയിഡിനൊക്കെ നല്ല പനിയായിരിക്കും, നല്ല പനി വരും. പിന്നെ ഉള്ളത് വയറിളക്കം, ഛർദിൽ,
ചിലപ്പോൾ ആദ്യം വയറിളക്കമായിട്ട് തുടങ്ങും, ചിലപ്പോൾ ആദ്യം ഛർദ്ദിലായിട്ട്, ചിലപ്പോൾ ആദ്യം ചിലർ പറയും വയറ് വല്ലാതിരിക്കുന്നു, ഡമ്പിനിരിക്കുന്നു, ഗ്യാസ് കയറിയിരിക്കുന്നു. അത് കഴിയുമ്പോഴായിരിക്കും പിന്നെ ഛർദ്ദിൽ തുടങ്ങുന്നത്. ആഹാരം വേണ്ടായിക, വയറ് വീർപ്പ്, ഛർദ്ദിൽ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രണ്ടും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഛർദ്ദിലും വയറിളക്കം കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല. ആ ഡീഹൈഡ്രേഷൻ വന്ന് നമ്മൾ വീക്കായി പോകാൻ അത് ഗർഭിണിക്കാണെങ്കിൽ പെട്ടെന്നായിരിക്കും. അപ്പോൾ അതൊക്കെ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ കെയർ എടുക്കേണ്ടതാണ്. ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് എടുക്കുകയും അതിനുള്ള മരുന്നുകൾ കഴിക്കുകയും. പനിയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും അത് ഇൻഫെക്റ്റീവ് ഡയറിയ ആയിരിക്കും. ഇൻഫെക്റ്റീവ് ഡയറിയ ആണെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ പോകണം. ജലജന്യ രോഗങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നെ ഇത് വരാതിരിക്കാനായിട്ട് ശുചിയായ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വാട്സാപ്പിൽ വന്നിരിക്കുന്നത് തൃപ്പൂണിത്തുറ നിന്ന് സുനിത അയച്ചിരിക്കുന്നതാണ്. 7 മാസം ഗർഭിണിയാണ്. മഴക്കാലം തുടങ്ങിയത് മുതൽ ദാഹം കുറവാണ്. അപ്പോൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ്, അങ്ങനെ നിർബന്ധമുണ്ടോ, ഒരു കണക്കുണ്ടോ? ദാഹം ഉണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ദാഹം ഉണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ പോരാ. ഗർഭിണികൾ വെള്ളം കുടിക്കുക തന്നെ വേണം. ദാഹം എന്ന് പറയുന്നത് നമുക്കൊരു അർജ് വന്നിട്ടുള്ള ഒരു സിംറ്റമാണ്. നമ്മൾ കുടിച്ചേ പറ്റൂ എന്നുള്ള ഇത് വന്നിട്ട്. അപ്പോൾ ദാഹം ഇല്ലെങ്കിലും നമുക്ക് എല്ലാ മനുഷ്യർക്കും വേണം, ഗർഭിണിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ദാഹം ഇല്ലെങ്കിലും നമ്മളുടെ ഹെൽത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമുക്ക് ഹെൽത്ത് നിലനിൽക്കണമെന്നുള്ള ഒരു ആവശ്യമാണ്. ബോഡിയുടെ എല്ലാ മെക്കാനിസവും കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ മെഷീൻ പോലെയാണ്, നമ്മൾ പെട്രോൾ അടിക്കുന്ന പോലെ തന്നെയാണ് വെള്ളം കുടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് നിർബന്ധമാണ്. നമ്മൾ ഗർഭിണികൾക്ക് നമ്മൾ മിനിമം ഒരു 2 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം പറയുന്നത്. ഞങ്ങളൊക്കെ ഗർഭിണികളോട് പറയുന്നത്, നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ 1 മണിക്കൂറിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. അങ്ങനെ പറഞ്ഞാൽ 12 മണിക്കൂർ ഉണർന്നിരുന്നാൽ ആ സമയത്ത് 10എങ്കിലും കുടിക്കുകയുള്ളൂ. അപ്പോൾ മഴക്കാലത്ത് അത്രയും കുടിക്കാൻ വെച്ചാൽ പറ്റില്ലായിരിക്കും. എന്ന് പറഞ്ഞാൽ വെയിലാകുമ്പോൾ നമ്മൾ കുറേ ജ്യൂസ് കുടിക്കും, അങ്ങനെ തണുത്ത പാനീയങ്ങളൊക്കെ കൊടുക്കും. അതിൽ കുറച്ചാലും ഒരു 5-6 ഗ്ലാസ് വെള്ളമെങ്കിലും നിർബന്ധമായിട്ടും കുടിച്ച് തന്നെ ഇരിക്കണം. ഡോക്ടർ, നമ്മൾ ഈ ജലജന്യ രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇനി ഈ ഫുഡ് ബോൺ ഡിസീസസ്, അത് ഭക്ഷണത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ, അതും ഈ മഴക്കാലത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അതിനകത്ത് 2 രീതി. ഒന്ന്, നമ്മൾ ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന ഫുഡുകൾ വാങ്ങി കഴിക്കും. നമുക്കറിയാമല്ലോ, ഇൻസെക്റ്റ് ബോൺ, ഈ ഈച്ച ഒരു സ്ഥലത്ത് പോയിരുന്ന ഒരു മാലിന്യത്തിലും, അതിന് ഫുഡാണോ മാലിന്യമാണോ വേറൊരു സാധനമാണോ അതിനറിയില്ലല്ലോ, അതിങ്ങനെ മാറിയിരിക്കും. ചീഞ്ഞളിഞ്ഞ സാധനങ്ങളിലിരിക്കുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലും വന്നിരിക്കും. അവിടെ നിന്നുള്ള അണുക്കളെ കൊണ്ട് ഇങ്ങോട്ട് തരും. അപ്പോൾ ഓപ്പണായിട്ടുള്ള വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. അതിനകത്ത് 2 കാര്യമാണ്. ഒന്ന്, ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫുഡ്. 2, നമ്മുടെ ഹോം മെയ്ഡ് ഫുഡ് തന്നെയാണ്. ഇപ്പോൾ ആര് ഹോട്ടലിൽ പോയി കഴിക്കരുതെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഏറ്റവും സേഫസ്റ്റ് എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഫുഡും ഫ്രഷ് ആയിട്ടുള്ള ഫുഡും, ഫ്രഷ്ലി പ്രിപ്പയർ. വീട്ടിലാണെങ്കിലും തണുത്ത് തുറന്നിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതേ ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ഫുഡിൽ പറയുന്നത്. പിന്നെ നമ്മളെല്ലാവരും നിവർത്തി ഇപ്പോൾ യാത്ര ചെയ്യുന്നു, നമുക്കൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കണം. അപ്പം നമ്മൾ അതൊക്കെ കുറച്ച് ക്ലീനായിട്ടുള്ള സ്ഥലത്ത് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ വീട്ടിലാണെങ്കിലും അല്ലെങ്കിലും ഈ ചെറുതായിട്ട് ചൂടാക്കി കഴിക്കുന്നത് എപ്പോഴും കേടാണ്. പ്രത്യേകിച്ച് നോൺ വെജ് ഫുഡ് അതൊന്നും നമുക്ക് ഹോട്ടൽസിലൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഡോക്ടർ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചിട്ട്, നമ്മളെല്ലാം ഈ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. ഗർഭിണികളും സ്വാഭാവികമായിട്ടും പല പരിമിതികൾ കൊണ്ടും ഫ്രിഡ്ജിലൊക്കെ വെച്ച ഭക്ഷണം വീണ്ടും ചൂടായി. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. കഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാം. ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആഹാരം കേടാകാതിരിക്കുന്ന ഒരു സ്ഥലമെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ പല വീടുകളിൽ എന്താ ചെയ്യുന്നത്, രാവിലെ കുക്ക് ചെയ്യുന്ന ആഹാരം വൈകിട്ട് വരെ എല്ലാവരും തിന്നിട്ട് ബാക്കിയുള്ളതിനെ എടുത്ത് ഫ്രിഡ്ജിൽ. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊരു സാധനം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയ ഉടനെ എടുത്ത് വെക്കണം. എക്സ്ട്രാ ആണെന്ന് തോന്നി അപ്പോഴേ എടുത്ത് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ ഉദ്ദേശിക്കുന്ന ഫലം ഫ്രിഡ്ജിൽ കൂടെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ വെളിയിലിരുന്ന് ഒന്ന് കേടാവാൻ തുടങ്ങിയ ഫുഡ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കുഴപ്പം.
ഫ്രിഡ്ജിൽ നിന്ന് എടുത്താലും നമ്മൾ നല്ലോണം ചൂടാക്കി തന്നെ കഴിക്കണം. നല്ല വീണ്ടും ഫുൾ ചൂടാക്കി തന്നെ കഴിക്കണം. പിന്നെ ഓവനിലൊക്കെ അതിൻ്റെ തണുപ്പ് കഴിഞ്ഞ് കഴിക്കുന്നവരുണ്ട്. പക്ഷെ അതും ഇതുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ഉടൻ കഴിക്കും. എടുത്ത ഉടനെ അതിനെ അപ്പം തന്നെ ചൂടാക്കി എന്ന് പറഞ്ഞാൽ പുറത്തിരുന്ന് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് പിന്നെ ചൂടാക്കി വരുമ്പോഴേക്കും അതിന് കുഴപ്പം വരും. അപ്പോൾ എടുത്ത തണുപ്പോടുകൂടി തന്നെ വലിയ തണുപ്പ് പോണതിന് മുമ്പ് തന്നെ നമ്മൾ ചൂടാക്കി നല്ലവണ്ണം ചൂടാക്കി കഴിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ ഈ ഞാൻ പറയുന്ന മഴക്കാലത്ത് നമ്മൾ ഫുഡ് എക്സ്ട്രാ വരാതെ തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രഷ്ലി കുക്ക്ഡായിട്ട് ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. ഫ്രിഡ്ജിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുമല്ലോ. കുക്ക്ഡ് ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചേ പറ്റും. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഫുഡെന്ന് വിചാരിക്കും. ഹോട്ടലിൽ നിന്ന് നല്ല ചൂടോടെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു അത് അന്ന് ഉണ്ടാക്കിയത് തന്നെ ആവണമെന്നില്ല. നമ്മളതിനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മളിവിടെ വെച്ച് കഴിക്കും. കഴിച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടായിരിക്കും ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. അപ്പോഴേ തന്നെ അതിനകത്ത് കേടാവാൻ തുടങ്ങിയേക്കാണ്. അപ്പം അതിനൊന്നും നമുക്ക് ഗ്യാരൻറ്റി ഇല്ല. അപ്പം നമ്മളിതെല്ലാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകണം. സാധാരണഗതിയിൽ നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് ചെറിയ ഇൻഫെക്ഷനൊന്നും നമ്മളെ ബാധിക്കത്തൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു മെക്കാനിസം ഉണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട്. പിന്നെ ഈ ഞാനും പറഞ്ഞ ഗർഭകാലത്ത് ഇതിനൊക്കെ ഒരു കുഴപ്പമുണ്ട്, മനസ്സിലായി. അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചാലും ചിലപ്പോൾ എല്ലാ ആഹാരം അവർ കഴിക്കണമെന്നില്ല. ഇഷ്ടമുള്ള ആഹാരം കൂടുതൽ കഴിച്ചെന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിനെ ബാധിക്കും. ഡോക്ടർ, നിർബന്ധമായിട്ടും ഈ ഗർഭ കാലഘട്ടത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, എല്ലാം കഴിക്കാം. ശുചിത്വമുള്ള സാധനങ്ങൾ കഴിക്കണമെന്നുള്ളതാണ്. നമ്മൾ പലരും ചോദിക്കും പപ്പായ കഴിക്കാമോ, പൈനാപ്പിൾ കഴിക്കാമോ എന്നൊക്കെ. ഇതിനകത്ത് നമ്മൾക്ക് പഠിച്ചിട്ടുള്ളപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും, ഇപ്പം ഞങ്ങളെല്ലാം ഗർഭിണിയുള്ള നിങ്ങൾക്ക് കഴിച്ചാൽ കുഴപ്പമില്ലാത്ത സാധനങ്ങളെല്ലാം ഡോക്ടർ, അപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ സംസ്കാരം അനുസരിച്ച് ജങ്ക് ഫുഡിലേക്ക് പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് അൺഹെൽത്തി ആണോ ഹെൽത്തി ആണോ? അല്ല, ജങ്ക് ഫുഡ് എല്ലാവർക്കും അൺഹെൽത്തിയാണ്, അല്ലാതെ ഗർഭിണിക്ക് മാത്രമല്ല, എല്ലാവർക്കും അൺഹെൽത്തി ആണല്ലോ. പിന്നെ നമ്മളൊക്കെ ഗർഭിണികളെ അഡ്വൈസ് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ ജീവിതകാലത്ത് ഇതുവരെ കഴിച്ചിട്ടുള്ളതെല്ലാം കഴിക്കുക. പുതിയ ഫുഡൊന്നും ഗർഭത്തിൽ ട്രൈ ചെയ്യല്ലെന്ന് നമ്മൾ പറയും. എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാതെ എല്ലാത്തിനകത്തും ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ്. ബാക്കിയൊന്നും നമ്മളൊന്നും കഴിച്ചു അത് കഴിക്കുക. ഫ്രൂട്ട്സൊക്കെ നമ്മളിപ്പം ഒരു നേരം കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ 2 നേരം കഴിക്കുക. എന്നും അത് തന്നെ ഒരു ഹയർ ഡോസിലൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അത് ഈ മിക്സഡ് ആയിട്ട് എല്ലാ സാധനങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും മിതമായി കഴിക്കാം. അതെ, എല്ലാം കഴിക്കും. ഡോക്ടർ, ഈ ഗർഭകാലത്ത് സാധാരണ ഗർഭിണികളുടെ ശരീരത്തിന് പൊതുവെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നം കുറവായിരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് പിടിപെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ഗർഭിണികളെ എഫക്റ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്? അപ്പോൾ അതിന് എന്താണ് നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റുന്നത്? പ്രിക്കോഷൻ ഞാൻ പറഞ്ഞത് എൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ശുചിത്വം തന്നെയാണ്. ബേസിക്കായിട്ടുള്ള ശുചിത്വം തന്നെയാണ്. പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ, നമുക്ക് അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഗർഭകാലത്ത്. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭിണിയാവുമ്പം തന്നെ ഭയമല്ല, ഒരു ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. അല്ല ഗർഭമാണ് എല്ലാ കാര്യത്തിനും അയ്യോ എനിക്ക് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ കുഴപ്പമുണ്ടാവുമോ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്കിതൊരു കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന ഒരു സമയമാണ്, എനിക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരു സമയമാണ്, കൂടുതൽ കെയർ വേണ്ടുന്നവർ, അത് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡോക്ടർ, ഈ മഴക്കാലത്തിൻ്റെ വേറൊരു അല്ലെങ്കിൽ മഴക്കാലം ഉണ്ടാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എനിക്ക് തോന്നുന്നു ഈ കൊതുകുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ആണ്. അപ്പോൾ ഈ കൊതുകുജന്യ രോഗങ്ങൾ മഴക്കാലത്ത് അത് എങ്ങനെയാണ് ഗർഭിണികൾ അതിനോടൊരു, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ജാഗ്രത പാലിക്കേണ്ടത്? എന്തൊക്കെയാണ് കൊതുകുജന്യമായിട്ട് കാണുന്ന ഗർഭിണികളെ ബാധിക്കുന്ന സാധാരണ രോഗങ്ങൾ എന്തൊക്കെയാണ്? കൊതുകിനെ പറ്റി ചോദിച്ചുകൊണ്ട് പറയുന്നത്, ഏറ്റവും കൂടുതൽ കൊതുകിൻ്റെ സാന്ദ്രത വരുന്ന ഒരു ക്ലൈമറ്റാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. എവിടെ ഇരിക്കുന്ന എൻ്റെ മുട്ടകളെല്ലാം വിരിഞ്ഞ് നിറച്ച് കൊതുക് ഇങ്ങനെ പറന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൊതുക് ഉണ്ടാവാതിരിക്കാൻ ആദ്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. കൊതുകിൻ്റെ സാന്ദ്രത കുറയ്ക്കുന്നതിൻ്റെ മെയിൻ ഇത് നമുക്ക് തന്നെയാണ്.
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൊതുകുണ്ടാകാതെ ശ്രദ്ധിക്കുക. നമ്മൾ പറയുമല്ലോ ഡ്രൈ ഡേ ആചരിക്കുക, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള വെസൽസ് ഒക്കെ മുറ്റത്തൊക്കെ ഇടാതിരിക്കുക, വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക, അതെ അതെ, പിന്നെ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക. അപ്പോൾ കൊതുകിന് ബ്രീഡ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമ്മൾ ഹെൽത്തിൻ്റെ പരമായിട്ട് അവർ അതിനെല്ലാം മരുന്നടിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യാനുള്ള കൊതുക് നമ്മളെ കടിക്കാതിരിക്കാൻ നോക്കുക. എങ്ങനെ കൊതുക് നമ്മളെ കടിക്കാതിരിക്കാൻ നോക്കാൻ പറ്റും നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. മസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കാം, നമുക്ക് മസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം. വീടുകളിൽ തന്നെ ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും കൊതുകുള്ള സ്ഥലത്തെല്ലാം ഡോഴ്സിലൊക്കെ തന്നെ വിൻഡോസിലൊക്കെ തന്നെ നെറ്റല്ലേ. അപ്പോൾ കൊതുക് നമ്മളെ കടിക്കാതിരിക്കാൻ നോക്കുക. ഇത് രണ്ടുമാണ് പ്രിവെൻറ്റബിൾ എന്ന് പറയുന്നത്. അല്ല മരുന്ന് കഴിച്ചിട്ടൊന്നും കൊതുക് കടിക്കാതിരിക്കാൻ നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൊതുക് കടിച്ചുണ്ടാകുന്ന രോഗങ്ങളെപ്പറ്റി നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കും. ഇന്ന പ്രശ്നങ്ങൾ നമുക്ക് വരാം. അതെ ഡോക്ടർ, ഈ സാധാരണ ഈ കൊതുകുമായി ബന്ധപ്പെട്ട് ഇപ്പം എനിക്ക് തോന്നി ഡെങ്കു ഫീവർ, അതുപോലെ ചിക്കൻ ഗുനിയ ഇതുപോലുള്ള അസുഖങ്ങൾ ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ളതാണ്. ഡെങ്കു ഫീവർ, ഇപ്പോൾ ഡെങ്കു ചിക്കൻ ഗുനിയ ഈ പനികളൊക്കെ സാധാരണ ആൾക്കാർക്ക് തന്നെ ഭയങ്കര മാരകമായിട്ട് മാറാറുണ്ട്. മാരകമായിട്ടാണ് നമ്മളെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കൊതുക് കടി കൊണ്ടുവരുന്ന ഒരു പനിയായിട്ട് നമുക്ക് ഒരിക്കലും അതിന് പല കോംപ്ലിക്കേഷൻസ്, പല അവയവങ്ങൾ അതിന് നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെങ്കു പനിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗർഭിണിക്ക് ശരിക്കും ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗർഭകാലത്ത് ശരിക്കും ഇപ്പോൾ പ്രസവ സമയത്തൊക്കെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരുന്നാൽ വലിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഡെങ്കുവിൻ്റെ പറയുന്നത് ഒരിക്കൽ ഡെങ്കു വന്നിട്ട് വീണ്ടും ഡെങ്കു വന്നാൽ അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഭയങ്കര സിവിയറായിട്ട് വരാൻ സാധ്യതയുണ്ട്. വളരെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം മിക്കവാറും പനിയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്കതൊരു ഡെങ്കു ആണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും ആദ്യം തന്നെ എല്ലാം ടെസ്റ്റുകളൊക്കെ ആദ്യം, പിന്നുള്ളത് പനി തുടങ്ങുന്നതിൻ്റെ അന്ന് ചിലപ്പോൾ ഈ ടെസ്റ്റുകൾ തെളിയണമെന്നില്ല. നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ പനി തുടങ്ങുന്ന അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്താൽ അതാണ് പലപ്പോഴും അന്ന് ഡോക്ടേഴ്സ് വേറെ വലിയ മരുന്നുകളൊന്നും കൊടുക്കാത്തത്, സിംറ്റമാറ്റിക്കായിട്ട് മാത്രമുള്ളൂ. അപ്പോൾ 1-2 ദിവസം എടുത്തിട്ടായിരിക്കും നമുക്കത് അറിയാൻ പറ്റുന്നത് ഇന്ന പനിയാണെന്നുള്ളത്. ടെസ്റ്റിൽ കൂടെ പോലെ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡെങ്കു ശരിക്കും അതിന് നമ്മൾ തന്നെയാണ് അത് കൊതുക് ബ്രീഡ് ചെയ്യാതെയും കൊതുക് നമ്മളെ കടിക്കാതെയും നോക്കുക എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റാണ്. അവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നവും വരത്തില്ല. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ, നമ്മൾ ഈ കൊതുക് ജന്യ രോഗങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അടുത്തൊരു പ്രധാനപ്പെട്ട സംശയം, നമ്മുടെ സ്റ്റേറ്റിൽ വീണ്ടും കോവിഡിൻ്റെ ഒരു വ്യാപനം തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 500 കേസുകളോളം റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കുന്ന തന്നെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കോവിഡ് ഇങ്ങനെ ക്രമേണ കൂടുതൽ കേസസ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇനി പനിയോ അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പോകേണ്ടതുണ്ടെന്നുള്ളത് കൂടിയാണ്. നമ്മുടെ COVID-19 തുടങ്ങിയപ്പോൾ ഉള്ള ഒരവസരം നമ്മൾ ഓർത്തു നോക്കിയാൽ അറിയും എന്തൊരു ഭീതിജനകമായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അതിലൂടെ കടന്നുപോയി അവസാനമായപ്പോൾ ആൾക്കാർക്കൊന്നും, പിന്നെ കോവിഡ് ആണെങ്കിലും ആൾക്കാർക്കൊന്നും ഇല്ല എന്നുള്ള, പക്ഷെ ഒരിക്കലും അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കോവിഡ് എപ്പോൾ വേണമെങ്കിലും അതൊരു പ്രശ്നം ഉണ്ടാക്കാം. ഇപ്പോഴും ഡെത്തുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ ഈ സമയത്ത് റീസെൻറ്റ് ടൈംസിലും ഡെത്തുണ്ട്. അപ്പോൾ അത് നമുക്ക് വരാമെന്നുള്ളതാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡൊന്നും അങ്ങനെ അങ്ങ് പ്രിവെൻറ്റബിൾ എന്ന് അല്ല, നമുക്കത് വരാതിരിക്കാനായിട്ട് നമ്മൾ തന്നെയാണ്, അല്ലാതെ മരുന്നിലൂടെ ഒന്നും അല്ല. പിന്നെ കോവിഡ് വാക്സിൻ എടുത്തവരുണ്ട്, അവർക്കൊക്കെ കുറച്ച് പ്രൊട്ടക്ഷൻ കാണുമായിരിക്കും. അതിൻ്റെ മെയിൻ സാധനം നമ്മൾ ആ 3 സാധനം തന്നെ, SMS എന്ന് പറയുന്ന മാസ്ക്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, അത് തന്നെയാണ് ഇന്നും പറയുന്നത്.
അത് തന്നെയാണ് കോവിഡിനെ നമുക്ക് വരാതിരിക്കാൻ നോക്കാനുള്ള ഒരു കാര്യം. നമ്മളതിനെ നിസ്സാരമായിട്ട് എടുത്തിട്ട്, പ്രത്യേകിച്ചും ഗർഭകാലത്ത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ക്ലോട്ടിങ് പ്രശ്നമുണ്ട്, ബ്ലഡ് ക്ലോട്ട് ചെയ്ത് പോകുന്ന പ്രശ്നമുണ്ട്, പിന്നെ അല്ലാതെ ശ്വാസകോശത്തിൽ വന്നിട്ട് ന്യൂമോണിയ പോലെ വന്നിട്ട് അത് പ്രശ്നമുണ്ട്, കുഞ്ഞിനെ ബാധിക്കാം, പ്രസവ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാക്കുക, ഒരുപാട് പ്രശ്നങ്ങളാണ് കോവിഡ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്തല്ല, ഇപ്പോഴും കോവിഡാണെങ്കിൽ ഈ വൈറസിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വൈറസ് അത്ര ഒരു വലിയ പ്രശ്നമുള്ള വൈറസ് അല്ലായിരിക്കും. പക്ഷേ ഈ മ്യൂട്ടേഷൻ വന്നിട്ട് അതൊരു പ്രശ്നമുള്ള വൈറസായിട്ട് മാറിയാൽ, നമുക്ക് കഴിഞ്ഞ നമ്മൾ COVID-19 ആ സമയത്തൊക്കെ വന്ന കോവിഡ് ഇതുപോലെയാണ്. ആദ്യം വന്ന വൈറസ് അല്ല, പിന്നെ അതിൽ 1-2 സ്ട്രെയിനാണ് ഒരുപാട് പേരെ കൊന്നത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ സ്ട്രെയിൻസ് മ്യൂട്ടേഷൻ വരാൻ സാധ്യത, അതൊക്കെ നമ്മൾ ലോകാരോഗ്യ സംഘടനയും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ ഹെൽത്തിൻ്റെ ആൾക്കാരും എല്ലാം ഇതെല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആരെന്തൊക്കെ നോക്കിയാലും നമുക്ക് വന്നു പോയാൽ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല ഞാൻ എപ്പോഴും ഇത് പറയുന്നത്, ഗർഭിണികളെല്ലാവരും മാസ്ക് വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു മാസ്ക് എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നല്ലൊരു ഡിസ്റ്റൻസിങ് പാലിക്കാൻ പറ്റാത്ത അവസരങ്ങളിലെല്ലാം മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്തായാലും. അപ്പം പലരും പറയും, ഞാനെന്തിനും, എനിക്കില്ലല്ലോ കോവിഡ് എന്ന്. എനിക്കില്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളിന് കാണും ചിലപ്പോൾ. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കിടന്ന് അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും നമ്മൾ വിചാരിക്കുക അന്നത് ശ്രദ്ധിക്കുമ്പോൾ 100% ശ്രദ്ധിക്കുന്ന വെച്ചാൽ വരില്ല തന്നെയാണ്. പക്ഷെ 100% ആയിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ. കഴിയുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, ഇപ്പം ഈ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മുമ്പത്തെ പോലെ ഒരു മാസ്കോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഒന്നും നിർബന്ധമായി ഉപയോഗിക്കണം എന്നൊരു ഡയറക്റ്റീവ് സർക്കാർ സംവിധാനങ്ങളുടെ ഗവൺമെന്റിൽ നിന്ന്, പക്ഷേ ഹോസ്പിറ്റൽസിലൊക്കെ മാസ്ക് ഉപയോഗിക്കാനുള്ള അഡ്വൈസറി വന്നിട്ടുണ്ട്. അതൊന്നും അങ്ങ് ഭയങ്കര അന്നത്തെ കോവിഡ് പോലെ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അന്നത്തെ കോവിഡ് നിർബന്ധമായിട്ട് നിങ്ങളിത് ചെയ്യണം എന്നുള്ള, അത്ര അടിച്ചേൽപ്പിച്ചിട്ടില്ലെങ്കിലും അത് പാലിക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ, നമ്മൾ ഈ ഒരു പല വേവ്സ് ഓഫ് കോവിഡിലൂടെ അത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഞാൻ കുറെ കണ്ടതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കോവിഡിനെ സമീപിക്കുന്നത്. മനസ്സിലായോ? എനിക്കങ്ങ് വന്നതാണ്, ഞാൻ കുറേ കണ്ടതാണ്. പക്ഷെ കോവിഡ് വന്നവർക്ക് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഉള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ, പോസ്റ്റ് കോവിഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളത് വരാതിരിക്കാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഗർഭകാലത്ത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സങ്കീർണത കൂടുതലേ. ശരിക്കും കോവിഡ് ലിറ്ററസി ഒരിക്കൽ കിട്ടിയവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ആരെങ്കിലും പറയാൻ കാത്തു നിൽക്കാതെ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതെ ഡോക്ടർ, അടുത്ത ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. പാലക്കാട് നിന്ന് ശ്രീജയാണ്. 8 മാസം ഗർഭിണിയാണ്. ഇപ്പോഴത്തെ മഴയും തണുപ്പും വന്നതിന് ശേഷം പകൽ സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ, 8 മാസം ഗർഭിണിയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ. അവർ റെഗുലർ ചെക്കപ്പിന് പോകുന്ന ആൾ തന്നെയാണോ എന്നുള്ളത് നോക്കണം. റെഗുലറായിട്ട് നമ്മൾ ഡോക്ടറെ ചെക്കപ്പ് ചെയ്യണം. വെറും ക്ഷീണത്തിന് മാത്രമായിട്ട് നമ്മൾ ഡോക്ടറെ കാണണമെന്ന് നമ്മൾ പറയാറില്ല. ക്ഷീണം ഗർഭിണികൾക്ക് സാധാരണ ഉള്ളതാണ്. ഇപ്പം മഴക്കാലത്ത് ചിലപ്പോൾ ഈ അന്തരീക്ഷത്തിലെ തണുപ്പും എല്ലാം കാരണം പാലക്കാടൊക്കെ ചിലപ്പോൾ കൂടുതൽ തണുപ്പായിരിക്കും. മഴയും തണുപ്പും വന്നതിന് ശേഷമാണ് ഈ പകൽ സമയത്തും ക്ഷീണം അനുഭവപ്പെടുന്നത്. അത് നമുക്ക് പറയാൻ പറ്റൂല. എന്താണെന്നറിയാമോ, പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്ഷീണം കൂടുതൽ തന്നെയായിരിക്കും. ചിലപ്പോൾ അതിൻ്റേതാവാം. പിന്നെ അവർക്ക് വളർച്ചാരോഗം വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അവർക്ക് തന്നെ ഒരു അസാധാരണമായ ക്ഷീണമാണെന്ന് തോന്നുന്നെങ്കിൽ ഡോക്ടറെ കാണണം. ഗർഭത്തിൽ നമ്മളെപ്പോഴും പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു ഗർഭിണിയെ കാണാതെ നമുക്ക് ചികിത്സിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ഷീണം അമിതമായിട്ട് തന്നെ തോന്നുന്നെങ്കിൽ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യുന്നത് തന്നെ നല്ലതെന്ന്. അത് ഈ മഴ കൊണ്ടുള്ള പ്രശ്നം തന്നെയാവണം. ചിലപ്പോൾ അവർക്ക് BP കൂടിയതാവാം, ഷുഗറിൽ വന്ന വേരിയേഷൻ ആവാം, രക്തം കുറഞ്ഞു പോയതാവാം, ചിലപ്പോൾ ഗർഭത്തിൻ്റേതായ ക്ഷീണം മാത്രമാവാം. അപ്പോൾ ഇത് ഏതാണെന്ന് നമ്മൾ പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പം ശ്രീജയുടെ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ട് കോവിഡ് വരെ എത്തി. ഇതിനിടയ്ക്ക് ഡോക്ടർ, ഈ മഴക്കാലത്ത്
സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള അപകടങ്ങൾ. അപ്പോൾ അത് ഗർഭിണികളെയും സ്വാഭാവികമായിട്ടും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഈ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ബാധിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഒരു മഴക്കാലത്ത് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടത്? ഗർഭകാലത്ത് അല്ലെങ്കിൽ പോലും ഗർഭിണികൾക്ക് സ്ലൈഡ് ചെയ്ത് വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വരുന്ന ഒരു വ്യത്യാസം കാരണം ചെറിയൊരു ടിൽറ്റ്, ഒരാൾ പതുക്കെ ഒന്ന് തള്ളിയാൽ പോലും ചിലപ്പോൾ നമ്മൾ വീണു പോകും. വീഴുമ്പോൾ ടോട്ടലി ഒരു ബാലൻസ് കുറവാണ്. വീഴുമ്പം കൂടുതൽ സാധ്യത വയറ് പോയി ഇടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ടാണ് വെയിറ്റ് നിൽക്കുന്നത്. വയറിൽ നമുക്കൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ, അത് സിവിയർ ആണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ നമ്മൾ അവിടെയും നമ്മൾ പ്രിവെൻഷൻ തന്നെയാണ്. വീഴാതെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്, നമ്മളിപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരുപാട് ഹീൽസൊക്കെ ഉള്ള ചപ്പലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഗർഭകാലത്ത് നമ്മൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഉള്ളത് തെന്നുന്ന തരത്തിലുള്ള ചപ്പൽസ് ഇടാതിരിക്കുക, തെന്നുന്ന പ്രതലങ്ങളിലോട്ട് പോവാതിരിക്കുക. അപ്പം വീഴ്ച തടയുക എന്നുള്ളത് തന്നെയാണ് ആദ്യം. ഷൂസ് പോലുള്ള സേഫായിട്ടുള്ള സാധനങ്ങൾ, നമുക്ക് പാകത്തിനുള്ളതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തതും. അപ്പോൾ വലിയ ഹീലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തട്ടി വീണ് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൺട്രോളും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കും. അപ്പം അങ്ങനെ വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളീ പറഞ്ഞ പോലെ 2 വീലർ യാത്രകൾ അതൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ബൈക്കിൽ നിന്നൊക്കെ ഇപ്പോൾ വലിയ ഗട്ടറൊക്കെയാണ്, പെട്ടെന്നൊരു ഇത് റോഡാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ വെള്ളം നിറഞ്ഞ കുഴിയായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ തെറിച്ച് താഴെ വീഴും. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഉള്ളത്, വീണ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. പലപ്പോഴും വയറ് തട്ടിയാൽ നമുക്ക് അറിയാൻ പറ്റും. വയറ് തട്ടിയില്ലെങ്കിൽ ആ ഷേക്ക് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാക്കാൻ വലിയ സാധ്യതയുണ്ട് പെട്ടെന്നുള്ള വലിയൊരു വീഴ്ചയാണെങ്കിൽ. കുഞ്ഞിനെയും അമ്മയെയും ഇമ്മീഡിയറ്റ് അല്ലെങ്കിലും കുറച്ച് സമയം എടുത്താണെങ്കിലും ചിലപ്പോൾ ഉള്ളിലോട്ട് ബ്ലഡ് വന്ന് ചിലപ്പം ജീവനെ തന്നെ അപകടത്തിൽ വരും. രണ്ടുപേർക്കും ഒരുപോലെ അമ്മയ്ക്ക് എന്ത് വന്നാലും അത് കുഞ്ഞിനെയും ബാധിക്കും. ബ്ലീഡിങ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് കുഞ്ഞിനെയും വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. ഡോക്ടർ, നമ്മൾ ഈ കോമൺ ഫ്ലൂവിനെ കുറിച്ച്, എനിക്ക് തോന്നുന്നു നമ്മൾ കോവിഡിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷേ ഒരു കോമൺ ഫ്ലൂവിലേക്ക് കൂടി, കാരണം എപ്പോഴും ഈ സിംറ്റംസ് പലപ്പോഴും നമുക്ക് ആദ്യം ഒരു ജലദോഷമോ അതിനെ വളരെ സില്ലിയായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കോമൺ ഫ്ലൂ ആണെങ്കിൽ പോലും അത് എങ്ങനെയായിരിക്കണം, അതിനൊരു ഗർഭിണി എത്ര സീരിയസ് ആയിട്ടായിരിക്കണം പരിഗണിക്കേണ്ടത്? കോമൺ കോൾഡ് അത് മഴക്കാലത്ത് എല്ലാവർക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ചിലർക്ക് എൻ്റെ കൂടെ പനി കാണും. നമ്മൾ അപ്പോഴെല്ലാവരും മിക്കവാറും ചെയ്യുന്നത് സെൽഫ് ട്രീറ്റ്മെൻറ്റാണ് തന്നെ. അപ്പോൾ ഗർഭകാലത്താണെങ്കിൽ നമ്മൾ 1-2 ദിവസത്തിൽ കൂടുതൽ സെൽഫ് ട്രീറ്റ്മെൻറ്റ് പാടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ ന്യൂമോണിയ പോലെ അതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അണുബാധ തന്നെ അങ്ങനെ നിന്നിട്ട് അത് കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറും കോമൺ കോൾഡ് ചെറിയൊരു പനിയൊക്കെ ആണെങ്കിൽ 1-2 ദിവസമൊക്കെ നമുക്കിപ്പോൾ പാരസെറ്റമോൾ പോലുള്ള ടാബ്ലറ്റ് കഴിച്ചിരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ദിവസങ്ങളോളം നമ്മളത് വെച്ച് കഴിഞ്ഞാൽ സാധ്യം ഒരു വൈറൽ ഇതായിട്ട് തുടങ്ങുന്നെങ്കിലും മിക്കവാറും അതൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവും. നമുക്കറിയാമല്ലോ, മൂക്കിൽ കൂടെ ആദ്യം വെള്ളം വരും, പിന്നെ അത് മഞ്ഞക്കട്ടിയാവും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് വേറൊരു ഇൻഫെക്ഷനായിട്ട് മാറുന്നതുകൊണ്ട് അത് പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഇൻഫ്ലുവൻസയ്ക്കൊക്കെ പ്രിവെൻറ്റീവായിട്ട് വാക്സിൻ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലരും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഷെഡ്യൂളിനകത്ത് ഇൻഫ്ലുവൻസ വാക്സിൻ വന്നിട്ടില്ല. എടുത്തെന്ന് പറഞ്ഞ് ദോഷമൊന്നുമില്ല, നല്ലത് തന്നെയാണ് ഇൻഫ്ലുവൻസ വരാതിരിക്കാനായിട്ട് ഗർഭകാലത്ത്. പിന്നെ നമ്മൾ പേടിക്കേണ്ട വേറൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പന്നിപ്പനി എന്ന് പറയുന്നത് H1N1 ഫീവർ. അത് അതിൻ്റെ ആദ്യത്തെ നമ്മുടെ കേരളത്തിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ഗർഭിണികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് അതിന് പനിയായിട്ടായിരിക്കും വരുന്നത്, പനി ചുമയായിട്ടായിരിക്കും വരുന്നത്. അതിനൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ WHO ഇൻസ്ട്രക്ഷൻ തന്നെയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ചുമയായിട്ട് വരുന്ന എല്ലാവർക്കും കൊടുക്കാനാണ് പറയുന്നത്. പനി ചുമ വരുന്ന എല്ലാ ഗർഭിണികൾക്കും എന്ന് പറഞ്ഞാൽ അതിന് ആ മരുന്ന് അവൈലബിളാണ്, മെഡിസിൻ അവൈലബിളാണ് അതിനുള്ള. അപ്പോൾ ആ മെഡിസിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് തുടക്കത്തിലേ ഉള്ളൂ. അത് സീരിയസ് ആയി ബാക്കി ഓർഗൻസിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ട് ഈ മരുന്ന് വലിയ ഇഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ നമുക്ക് കാരണം അറിയാതുള്ളൊരു വലിയ പനിയും ചുമയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കാനാണ് പറയുന്നത്. ഈ മരുന്ന് തന്നെ നമ്മൾ നേരിട്ട് അങ്ങ് കൊടുക്കുക. WHO ഇൻസ്ട്രക്ഷനുണ്ട്.
പിന്നെ അത്രയ്ക്കും സിവിയറായിട്ട് ഗർഭിണിയെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ H1N1 എന്ന് പറയുന്നത് ആ പനി. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ വാക്സിൻ്റെ ഒരു ലഭ്യത, നമുക്ക് പല അസുഖങ്ങൾക്കുമുള്ള വാക്സിൻസ് ലഭ്യമാണ്. ഇപ്പോൾ ഗർഭിണികൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട വാക്സിൻ അങ്ങനെ ഏതെങ്കിലും വാക്സിൻസ്? അത് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ് റൊട്ടീൻ ഷെഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്നത് TD വാക്സിനേ ഉള്ളൂ ഇപ്പോൾ കൊടുക്കുന്നത്. ടെറ്റനസും ഡിഫ്തീരിയ ചേർന്ന TD വാക്സിനാണ്. TT അല്ല, ഇപ്പോൾ TD ആണ് കൊടുക്കുന്നത്. TD വാക്സിന്, Tdap എന്ന് പറഞ്ഞൊരു വാക്സിൻ, അതൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പം മറ്റ് വാക്സിൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ സാധാ ഒരു ഗർഭിണിക്ക് ഒരു ഗവൺമെൻറ് സെറ്റപ്പിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിനൊന്നും അഫോർഡബിൾ ആയിരിക്കും. അവരെല്ലാം ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ ഈ പ്രിവെൻറ്റീവ് സാധനങ്ങളാണ്, മാസ്കും അങ്ങനത്തെയൊക്കെ. ഇപ്പോൾ അഫോർഡബിൾ ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ലഭ്യമാവുന്ന സ്ഥലത്തൊന്നും ഇൻഫ്ലുവൻസ വാക്സിനൊന്നും കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അല്ലാതെ നമ്മൾ കോമൺ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാം. അതൊക്കെ എനിക്കൊന്ന് മച്ച് ബിഫോർ നമ്മുടെ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ എടുക്കേണ്ടത്. അങ്ങനെയാണ്. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് പോലെ പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രത്യേകിച്ച് ഗർഭിണികളുടെ കാര്യത്തിൽ ഒരു അഡീഷണൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മണിക്കൂർ സെഷൻ പ്രേക്ഷകർക്ക് ഇൻഫർമേറ്റീവായി കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിഥിയായി ഉണ്ടായിരുന്നത് യാന ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ലീലാമണിയാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു.